കഴിഞ്ഞ ദിവസം ദൈവനാമത്തിൽ കുറച്ച് മന്ത്രിമാർ പ്രതിജ്ഞ എടുത്തപ്പം ചിലരൊക്കെ പറയുകയുണ്ടായി, എന്തുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് അതിൻ്റെ അറബി വാക്ക് ഉപയോഗിച്ചില്ല എന്ന്. തീർച്ചയായിട്ടും ദൈവം എന്ന് പറഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞാലും ഗോഡ് എന്ന് പറഞ്ഞാലും ഈശ്വർ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പറയണം. ഇന്ന് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഖുർആൻ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുള്ള യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമായ, അല്ലെങ്കിൽ സുന്നി ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള സൗദി അറേബ്യ ഇറക്കിയ ട്രാൻസ്ലേഷനാണ്. ഞാൻ അങ്ങനത്തെ വാക്കുകളൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷേ ഒരു വിവാദം വന്നുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ആ ട്രാൻസ്ലേഷനിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദ മോസ്റ്റ് മേഴ്സിഫുൾ, ദ മോസ്റ്റ് ഗ്രേഷ്യസ്. അതിൽ മറ്റൊരു ചാപ്റ്ററാണ് സൂറത്ത് മറിയം എന്നുള്ളത്. അതിൽ കണ്ടോ ചാപ്റ്ററിൻ്റെ പേര്? ചാപ്റ്റർ മേരി. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീസസ്, എബ്രഹാം, മോസസ് എന്നൊക്കെ പറയുന്നത് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഷകൾ നമ്മൾ മാതൃഭാഷയെ പ്രയോഗിക്കുകയാണെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയുമ്പോഴേക്ക് അത് വേറൊരു ദൈവമാവും, അതിനെ കളിയാക്കാൻ തുടങ്ങും. അവസാനം ഓരോരുത്തരും കളിയാക്കുന്ന അവനവൻ്റെ ദൈവത്തെ തന്നെ ആയിരിക്കും. ഒരു ഭാഷാ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെ കളിയാക്കേണ്ടവർ കളിയാക്കുകയും ചെയ്യും. അതൊന്നും ജീവിതത്തിൽ അതൊക്കെ സ്വാഭാവികമാണല്ലോ. ഓക്കെ, ബൈ.